വിദ്യാഭ്യാസ രംഗം നമ്മുടെ 2016 ഞങ്ങള് അധികാരത്തിൽ വരുന്ന സമയത്ത് നമ്മുടെ കേരളത്തിലെ ഒട്ടേറെ സ്കൂളുകൾ, അന്നത്തെ എണ്ണം 1000-ലധികമായിരുന്നു തോന്നുന്നുണ്ട്, സ്കൂൾ അടച്ചുപൂട്ടാൻ നിശ്ചയിച്ച് നിൽക്കുന്ന ഘട്ടമായിരുന്നു. അടച്ചുപൂട്ടുന്നതിനുള്ള ലിസ്റ്റിൽപ്പെട്ടതായിരുന്നു. പക്ഷേ ആ വിദ്യാഭ്യാസ രംഗം എത്ര ഫലപ്രദമായിട്ടാണ് മാറിയത്? ഒറ്റ ഉദാഹരണം എടുത്താൽ മതി. ഞാൻ അതിന്റെ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പൊ അധികം പോകുന്നില്ല. ജൂൺ 1 സ്കൂൾ തുറക്കുമെന്ന് എല്ലാവർക്കും അറിയാം. ജൂൺ 1 സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികളുടെ കയ്യിൽ പാഠപുസ്തകം വേണ്ടേ? 2016 മുൻപുള്ള അവസ്ഥ നിങ്ങളൊന്ന് ഓർത്ത് നോക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് പ്രായമുണ്ടല്ലോ. 2016 ശേഷം മാത്രം വന്നവരെല്ലാവരും. അന്ന് പുസ്തകം ഇല്ലാതെ ഫോട്ടോസ്റ്റേറ്റ് എടുത്ത് അധ്യാപകർക്ക് കൊടുക്കേണ്ടി വന്നില്ലേ കുട്ടികൾക്ക്? എന്തിന്റെ കുറവാണ്? ഏതിന്റെ ഭാഗമാണ്? അപ്പോൾ കൃത്യമായൊരു പ്ലാനിംഗ് ഇല്ലാത്തതിന്റെ ഭാഗമായിട്ടല്ലേ? ആ രംഗത്തെ അവഗണിച്ചതിന്റെ ഭാഗമായിട്ടല്ലേ? എന്നാൽ അതിനുശേഷമുള്ള സ്ഥിതി എന്താണ്? ഇപ്പോ നേരത്തെ തന്നെ പുസ്തകങ്ങൾ കുട്ടികളുടെ കയ്യിൽ കിട്ടുകയല്ലേ? ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുടെ അനുഭവത്തിലുള്ള ഒട്ടേറെ മാറ്റങ്ങൾ, ആ മാറ്റങ്ങളുടെ ഭാഗമായിട്ടാണ് സംസ്ഥാനം എങ്ങനെ പോകണം എന്ന് ജനങ്ങൾ തീരുമാനിക്കുക. അതാണ് ഞങ്ങൾക്ക് നൽകുന്ന ശുഭപ്രതീക്ഷ.